മലപ്പുറം ജില്ലയിലുള്ള പുലാമന്തോൾ വൈദ്യ കുടുംബത്തിലെ ശങ്കരമൂർത്തി സാറുമായാണ് ഇന്ന് സംസാരിക്കുന്നത്. പുലാമന്തോൾ ഉണ്ടായ കാലം മുതൽ അഷ്ടവൈദ്യ കുടുംബത്തിൻ്റെ ഒരു കുടുംബം പുലാമന്തോളാണ്. അതായത് പുലാമന്തോൾ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് പുഴയെ കൂടെ പുലാവിൻ്റെ തോണിയിൽ വന്നിറങ്ങിയ കുടുംബമാണ് ഞങ്ങളെന്നാണ്. പ്ലാന്തോൾ എന്നാണ് പഴയ പേര്. പ്ലാവിൻ്റെ തോണി എന്നർത്ഥം, പ്ലാന്തോണി. മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട് അത്ര 26ാമത്തെ തലമുറയാണ് ഞാനല്ല മുത്തശ്ശൻ. ഗുരുനാഥൻ പൂമുള്ളി നീലാണ്ട നമ്പൂരിപ്പാടായിരുന്നു 6ാം നമ്പുരാൻ, അറിവിൻ്റെ തമ്പുരാൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പാലകാപ്യം, അസ്ഥി ആയുർവേദം, നമ്മുടെ സസ്യങ്ങൾ കൊണ്ട് ആയുർവേദം. അവിടെ ഒറ്റ ആളുടെ ഫോട്ടോയേ ഉള്ളൂ പട്ടാമ്പി കോളേജിൽ, വെങ്കടകൃഷ്ണൻ്റെ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സംസ്കൃതം ബാക്കി കാര്യങ്ങൾ. ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുക്ക് നോക്കണ്ട, അത് ബൈഹാർട്ടായിട്ടുണ്ടാവും. ക്ലാസ് ആയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പാരമ്പര്യ രീതിയിലുള്ള വൈദ്യന്മാരെ ചികിത്സിക്കരുത് എന്നുള്ളൊരു പ്രൊസീജിയർ വന്നത് എന്താണെന്ന് വെച്ചാൽ, വൈദ്യശാലയിൽ മരുന്ന് എടുത്തു കൊടുക്കുന്നവനും വൈദ്യനായി. നമ്മൾ ശാസ്ത്രവും പ്രസൻ്റ്ലി കാണുന്ന പല സിംറ്റംസും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതിനെ ക്രോഡീകരിക്കണമെങ്കിൽ രണ്ടും അറിയണം. വൈദ്യപഠനം കഴിഞ്ഞ് ഉപരിയായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാന്തോൾക്കാണ് വിടുക എല്ലാവരെയും. അങ്ങനെ ഇവിടെയാണ് അത് ലാസ്റ്റ് സ്റ്റേജ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ഒരു സമ്പ്രദായമല്ല നമ്മുടെ ഈ നാട്ടിലെ സമ്പ്രദായം, ഇവിടുത്തെ സമ്പ്രദായമല്ല വടക്ക് കൂടുതൽ. ആ ഒരു സ്റ്റൈലിൻ്റെ ആ ഒരു വ്യത്യാസം മാത്രമേ കാണുള്ളൂ, പഠിക്കുന്നതിൽ കാണുള്ളൂ. പക്ഷേ ചെന്ന് എത്തുന്ന മരുന്ന് അതൊന്നായിരിക്കും. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ബന്ധത്തിൻ്റെ മുകളിലാണ് ഇവിടെ ധന്വന്തരി വന്നത്. ഇപ്പോൾ അറിയപ്പെടുന്ന ക്ഷേത്രം രുദ്രധന്വന്തരി ക്ഷേത്രമാണ് പുലാമന്തോൾ. നാരദൻ്റെ സാന്നിധ്യൻ്റെ ഇവിടെ അദ്ദേഹത്തിന് നേദ്യം കൊടുക്കണം എന്ന് വന്നത്. അപ്പോൾ നിശ്ചയത്തിലൊരു പക്ഷത്തിൽ നേദ്യം കൊടുക്കും. കൃഷ്ണമാചാര്യയുള്ള ബന്ധം തുടങ്ങിയത് ഒരു ഫാർമസിയും നാഗാർജുനയും ഒക്കെ പാടെ കൂടി ഒരു മെഡിക്കൽ ക്യാമ്പ് മാതിരി രൂപീകരിച്ചു പാലക്കാട് വെച്ച്. അതിൻ്റെ ഉദ്ഘാടനം അച്ഛനായിരുന്നു. അവിടെ നിന്നാണ് തുടങ്ങിയത് കൃഷ്ണമാചാര്യയുള്ള ഒരു ബന്ധം. ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്നെ കണ്ടാൽ എൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകും. കാരണം ഒരു ചെറുപ്പുണ്ടായിരുന്നില്ല. പ്രവേശനന്മാരിങ്ങനെ തമാശയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കൃഷ്ണമാജി കുറേശ്ശെ ഈ വണ്ടി മാത്രമല്ലാണ്ട് കുറച്ച് നടക്ക്, അങ്ങനെ എന്തെങ്കിലും വേണം, തടി വല്ലാണ്ട് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞെന്താണ്, മൂസേ മാക്സിമം ഒരു കൊല്ലം അത്ര ഉള്ളൂടോ അത്, പിന്നെ ഞാനെന്തിനാ മല്ല കിടന്ന്. ലിവർ സിറോസിസ് വന്നൊരു 18 വയസ്സുള്ള പെൺകുട്ടി ചികിത്സ തുടങ്ങി. ഞാൻ പറഞ്ഞു 3 കൊല്ലം മരുന്ന് കഴിക്കണം, എന്നാൽ തന്നെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾ അങ്ങനെ ധൈര്യത്തിൽ പോകണ്ട, കാരണം എല്ലാവരും ഉപേക്ഷിച്ചൊരു കേസാണ്, അത് കാരണം പോകണ്ട. പക്ഷേ ഇത് മാറാതിരിക്കാൻ മാത്രമുള്ളൊരു വകുപ്പൊന്നുമില്ല എൻ്റെ അഭിപ്രായത്തിൽ. തുടങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ ചികിത്സ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ മരുന്നൊക്കെ എഴുതി കൊടുത്ത് ഇവർ മരുന്ന് വാങ്ങാൻ പോയി. മരുന്ന് വാങ്ങാൻ പോകുമ്പോഴും അതിൻ്റെ ഉള്ള കുട്ടി ഓടി വന്നു. അങ്കിൾ എനിക്കിതൊന്നുമല്ല വിഷയം, എൻ്റെ മുടി കൊഴിഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാനുള്ള ശ്രമത്തിലാണ്. അല്ല, ആ കുട്ടിയുടെ സ്ഥിതിയാണ് പറഞ്ഞത്, സിമ്പിളാണ്. പക്ഷെ ആ സൂക്കട് മാറിയെന്നല്ല, കല്യാണം കഴിഞ്ഞു, കുട്ടിയും കൊണ്ടുപോകുന്നു ഇവിടെ. പക്ഷെ എന്തോ ഭഗവാൻ അനുഗ്രഹിച്ച് 98%, 2% പോയി വരും, മാറിയിട്ടാണ് പോവാറ്. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മാറും എന്നൊരു ചിന്താഗതി വരുത്തിയാൽ തന്നെ മാനസികമായിട്ട് സമ്മർദ്ദം കുറയും. മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടെങ്കിൽ രോഗം മാറാൻ താമസമാണ്.
ആ സമ്മർദ്ദം കുറവുണ്ടെങ്കിൽ രോഗത്തിന് വ്യത്യാസം വരും. അത്രേ ഉള്ളൂ. വരുന്ന രോഗികൾ ആരായിക്കോട്ടെ, പക്ഷെ അവർ രോഗിയാണെന്നുള്ള ബോധത്തിൽ വൈദ്യം കാണും. അവർ രോഗിയാണെന്നും അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറിയാൽ ഒരു രോഗം മാറും. ഞാൻ അങ്ങേയായിട്ട് അകന്നു നിന്ന് വർത്തമാനം പറഞ്ഞേക്കാൾ തോളത്ത് കൈയിട്ട് വർത്തമാനം പറഞ്ഞു തുടങ്ങിയാൽ ആ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, അത് രോഗിയിൽ പ്രതിഫലിക്കും. നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, രോഗിയിൽ പ്രതിഫലിക്കും. പക്ഷേ ഇതിൽ എന്താ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഏത് രോഗം നമ്മൾ മാറ്റുമ്പോഴും അവരിലുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറേ നമ്മൾ ഏറ്റെടുക്കും. അതാണ് സംഭവിക്കുന്നത്. എല്ലാ ഡോക്ടർമാർക്കും എല്ലാ വൈദ്യന്മാർക്കുമുള്ള സിറ്റുവേഷൻ അതാണ്. ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മളതിന് പകരം നമ്മൾ ജപം കൊണ്ട് തന്നെ അത് തീർക്കണം. അവർ പരീക്ഷയൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടി ഇറങ്ങിയിട്ട് ഉടനടി ബോർഡ് വെച്ച് ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും ആ നാട്ടിൽ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയമുള്ള വൈദ്യൻ്റെ കീഴിൽ ചുരുങ്ങി ഇതൊരു കൊല്ലെങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ബോർഡ് വെച്ചിരിക്കാവും. ഇല്ലെങ്കിൽ സമുദ്രം കണ്ട് പകച്ചിരിക്കുന്ന കുട്ടികളുടെ അനുഭവം വരുന്ന രോഗികളും പഠിച്ച ശാസ്ത്രവും തന്നെ അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവും. ഈ ത്രിദോഷാടിസ്ഥിതമായുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ഇതിനോടനുബന്ധിച്ച് വരുന്ന ബ്രാഞ്ചസാണ് ഈ ട്രീറ്റ്മെൻറ്റ്, ബാക്കി കാര്യങ്ങളും ചികിത്സാ സമ്പ്രദായങ്ങളും. അപ്പോൾ ഈ വരുന്ന രോഗിയുടെ രോഗലക്ഷണങ്ങളും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണത്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാറാവണമെങ്കിൽ മറ്റൊരാളുടെ കീഴിൽ നിൽക്കുക തന്നെ വേണം. ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും. അത് കഴിഞ്ഞാൽ അവർക്ക് ബോർഡ് വെച്ചായിരിക്കാം. വന്ന രോഗികൾ പോവില്ല, അല്ലെങ്കിൽ വന്ന രോഗികൾ ചിലപ്പോൾ പോകും, രണ്ടാമത് വരില്ല. പണസമ്പാദന അല്ലാതെ ഒരു സേവനമായിട്ട് കാണാൻ പറയാം.